യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഡെൻമാർക്ക്. ഗ്രൂപ്പ് സിയിൽ രണ്ടാം മത്സരത്തിനിറങ്ങിയ ഡെൻമാർക്കും ഇംഗ്ലണ്ടും ഓരോ ഗോൾ വീതം നേടി കളം വിടുകയായിരുന്നു. ഫ്രാങ്ക്ഫർട്ടിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ തന്നെ ഗോളുകൾ പിറന്നു. 18-ാം മിനിറ്റിൽ നായകൻ ഹാരി കെയ്നിലൂടെ ഇംഗ്ലണ്ട് ലീഡെടുത്തു. ഗോളിന് പിന്നാലെ ആദ്യ മത്സരത്തിലേതെന്നപോലെ ഇംഗ്ലണ്ട് കളി കൈവിട്ടു. എന്നാൽ മികച്ച പ്രസ്സിംഗ് ഗെയിമിലൂടെ കളി പിടിച്ച് ഡെൻമാർക്ക് 34-ാം മിനിറ്റിൽ സമനില പിടിച്ചു. 30 വാര അകലിൽ നിന്ന് ഒരു കിടിലൻ ലോങ് റേഞ്ചറിലൂടെ ഹുൽമണ്ടാണ് ഡെൻമാർക്കിനായി ലക്ഷ്യം കണ്ടത്. ഈ ഗോളിന് ശേഷവും ഡെൻമാർക്കാണ് മികച്ചു നിന്നത്. എന്നാൽ ഡെൻമാർക്കിന്റെ മുന്നേറ്റങ്ങൾ ഫൈനൽ പാസുകൾ നൽകുന്നതിൽ പരാജയപ്പെട്ടു. ഇംഗ്ലണ്ട് മത്സരത്തിലധികം അവസരങ്ങൾ സൃഷ്ടിച്ചില്ല. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 51% സമയവും അത് കൈവശം വെച്ച് കളിച്ചത് ഡെൻമാർക്കായിരുന്നു. 16 ഷോട്ടുകളാണ് ഡെൻമാർക്ക് തൊടുത്തത്. 7 ഷോട്ട് ഓൺ ടാർഗറ്റ്. 546 പാസുകൾ 87% കൃത്യതയോടെ ഡെൻമാർക്ക് പൂർത്തിയാക്കി. 12 ഷോട്ടുകളാണ് ഇംഗ്ലണ്ട് തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 528 പാസുകൾ 86% കൃത്യതയോടെ ഇംഗ്ലണ്ട് പൂർത്തിയാക്കി. ഗ്രൂപ്പിലെ 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ട് 4 പോയിന്റോടെ ഒന്നാമതും ഡെൻമാർക്ക് 2 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തുമാണ്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ഇംഗ്ലണ്ട് സ്ലോവാനിയയെയും ഡെൻമാർക്ക് സെർബിയയെയും നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.